കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വാഴയിൽ നിന്ന് തന്നെ കുറച്ച് കുടപ്പനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി അതൊന്ന് തോരൻ വെക്കാമെന്ന് കേട്ടോ. നല്ല പോഷക ഗുണമുള്ള സാധനമല്ലേ. അപ്പം ഇത് എളുപ്പമുള്ള രീതിയിൽ എങ്ങനെ തോരൻ വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ തൊലി ആദ്യമേ പൊളിച്ച് കളയാം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുക്കാറുള്ളൂ. കളഞ്ഞിട്ട് നന്നാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരാം. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കുടപ്പനൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള നാര് മാറ്റണം കേട്ടോ. നാര് മാറ്റാം നമുക്ക്. ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യമേ എന്നാലേ അതിന് നൂല് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അത് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സ്പൂണിൽ എൻ്റെ നാരുകളൊക്കെ പോകുന്നുള്ളൂ. അതില്ലേ അങ്ങനെ എളുപ്പത്തിൽ നാര് മാറ്റം ഇതാണ് കേട്ടോ വഴി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടപ്പൻ മാക്സിമം വെള്ളത്തിലോട്ട് അരിഞ്ഞിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പോഷക ഗുണങ്ങളൊക്കെ വെള്ളത്തിലിടുമ്പോൾ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് തിരുമ്മിയിട്ട് ഇങ്ങനെ നാര് കളയണം. ഇപ്പോൾ ഇതിനകത്ത് നാരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ച് ഒരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സവാള, പിന്നെ 2 പച്ചമുളക് വരുന്നു കേട്ടോ. പച്ചമുളക് അല്ലെങ്കിൽ ചെറിയ കാന്താരി മുളകാണെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൊടുക്കാം. പിന്നെ അരമുറി നാളികേരം ചെറിയത് കേട്ടോ. അതുകൊണ്ട് ചേർത്തിട്ട് കൈ കൊണ്ട് ഒന്ന് കൂട്ടി തിരുമ്പി എടുക്കണം നല്ലോണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കുടപ്പ അരിഞ്ഞത് ചേർക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്യാനായിട്ടുള്ള പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഇങ്ങനെ സ്പൂണിട്ട് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ഉള്ളുള്ള പാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണം. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളും ജസ്റ്റ് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ കുടപ്പൻ നല്ലോണം ആയിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇതാക്കണ്ടില്ലേ, കുടപ്പൻ നല്ലോണം വെന്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.